ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നാൽ എതിർത്ത് തോൽപ്പിക്കും. വിദ്യാലയങ്ങളിൽ പഠന സമയം ക്രമീകരിച്ചാൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങും. വ്യായാമ മുറകളിലും സദാചാരം ചികഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കും. മത നേതാക്കളും മതസംഘടനകളും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്നിച്ച് നിന്ന് ആടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികമായ അവസ്ഥയെ മോശപ്പെടുത്തുക ചെയ്യുക. ഈ പ്രായത്തിൽ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രായത്തിലെ കുട്ടികൾ അവരുടെ ശരീരഭാഗങ്ങൾ അത് പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള ഡ്രില്ല് ഇങ്ങനെ മിക്സഡായിട്ട് ചെയ്തുകൂടാ. അത് ബുദ്ധിമുട്ടുണ്ടാക്കും. നീയാണല്ലോ കോടതി ഓടാമേര്. ശ്രീ അബ്ദുള്ള ബാസിൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ സ്കൂളുകളിൽ ഈ സൂംബ ഡാൻസ് കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. പറയാം. അതിലുള്ള വിയോജിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, സൂംബ എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു കായിക പരിശീലനമല്ല. അതിനുള്ള സംവിധാനങ്ങൾ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് ഗവൺമെന്റ് അത് ചെയ്യുന്നില്ല. കാരണം കായികാധ്യാപകരെ നിയമിക്കുന്നിടത്തൊക്കെ വലിയ അനാസ്ഥയാണുള്ളത്. അത് പരിഹരിക്കണം. അത് പരിഹരിക്കാതെ തൊലിപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഈ സൂംബ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ വിവാദമാകാൻ കാരണം ഇത്തരത്തിലുള്ള തൊലിപ്പുറത്തുള്ള നിങ്ങൾ എതിർപ്പ് എന്താണെന്ന് പറയൂ ശ്രീ അബ്ദുള്ള ബാസിൽ. സൂംബ എന്ന് പറയുന്നത് കേവലം കായിക അധ്യാപകരെ നിയമിക്കുന്ന പ്രശ്നം, സ്കൂളിൽ എത്ര പീരീഡ് വേണമെന്നുള്ള പ്രശ്നം, ഇത് പറയും. എന്താണ് എതിർപ്പ്? അതൊക്കെ തന്നെയാണ് വിയോജിപ്പ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെതായ കൾച്ചറൽ എലമെന്റ് ഉണ്ട്. അത് ഡ്രസ്സിങ്ങിലാകട്ടെ, അതിന്റെ രൂപങ്ങളിലാകട്ടെ, അതിന്റെ മ്യൂസിക്കിലാകട്ടെ, അതിൻ്റെതായ കൾച്ചറൽ എലമെന്റ് എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഓരോ ഏത് ഡ്രസ് ഇട്ടും ആളുകൾ ദൃശ്യങ്ങളിലോ കാണാമല്ലോ. സ്കൂളിൽ യൂണിഫോമിൽ ആ സൂംബ കളിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ കാണുന്ന പോലെയുള്ള സ്പോർട്സ് വെയറിലുള്ളവരുണ്ട്. അതിനെന്താണ് പ്രശ്നം? സ്കൂൾ യൂണിഫോമിൽ ഉൾപ്പെടെ ഡ്രസ് ഇട്ട് തന്നെ സ്കൂളിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഡാൻസ് ഇപ്പൊ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത് പല രാജ്യങ്ങളിൽ പല വേഷത്തിൽ കളിക്കുന്ന വീഡിയോ വരും. ഇത് പരിശീലിക്കുന്നതിന് ചിലപ്പോ ആ വീഡിയോ ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ ഒരു സ്കൂളിൽ ഈ ഡ്രസ് ഇട്ടാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു സ്കൂളുകളിൽ ജിമ്മ് നടപ്പിലാക്കുകയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എതിർപ്പറ്റ് വരുമല്ലോ. എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇതിൻ്റെതായ ഒരു കൾച്ചറൽ എലമെന്റ് ഉണ്ട്. അതിനോട് ഞങ്ങൾക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം മനസ്സിലാക്കുന്നത്. ഞങ്ങളും ഈ പൊതുസമൂഹത്തിന്റെ യൂണിഫോം ഇട്ട് ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു ജിമ്മിൽ വ്യായാമവും ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പൊ അല്പവസ്ത്രമൊക്കെ ധരിക്കേണ്ടി വരും. അത് നിങ്ങൾ എതിർക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അല്പവസ്ത്രം ധരിച്ചേ പറ്റൂ, ജിമ്മിൽ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കേണ്ടി വരും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അപ്പൊ പൊതുസമൂഹത്തിൽ ഇമ്പോസ് ചെയ്യുമ്പോൾ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം എന്താണ്? വസ്ത്രമാണെങ്കിൽ സൂംബയിൽ യൂണിഫോം ഇട്ട് സ്കൂളിലെ ഒരു പീരീഡ് ആണ്. മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏറ്റവും അവസാനത്തെ അരമണിക്കൂറാണ്. അപ്പോൾ അവർ യൂണിഫോമിലാണ് എന്ന് വിചാരിക്കുക. യൂണിഫോമിൽ ഈ സൂംബ കളിച്ചാൽ പ്രശ്നമുണ്ടോ? അതല്ല ഉദ്ദേശം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ അടിച്ചേൽപ്പിക്കലാണ് പ്രശ്നം. അതാ നിന്റെ വിഷമം. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കൾച്ചറൽ എലമെന്റ് വെറും അതിന്റെ മ്യൂസിക് ആകട്ടെ, അത് പ്രൊമോട്ട് ചെയ്യുന്ന സെലിബ്രേഷൻ കൾച്ചർ ആകട്ടെ, അടിച്ചേൽപ്പിക്കലാണ്. അല്പവസ്ത്രവുമാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അല്പവസ്ത്രം ഇല്ലല്ലോ. അടിച്ചേൽപ്പിക്കൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഈ പറഞ്ഞ തരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, ആ പോസ്റ്റിൽ നിങ്ങൾ ഇപ്പൊ വിവാദമായിട്ടുള്ള പോസ്റ്റിൽ എന്താ പറഞ്ഞത്? സ്കൂളുകളിൽ അല്പവസ്ത്രം ധരിച്ച് ഡാൻസ് ചെയ്യുന്നു, അതിലുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ ആളുകളാണ് പറഞ്ഞത് ശ്രീ അബ്ദുള്ള. ഈ അല്പവസ്ത്രം ധരിക്കുന്ന പ്രശ്നം സൂംബ എന്നേ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ പറഞ്ഞുള്ളൂ. ഒരു സർക്കുലർ പുറത്തിറക്കിയതിൽ സൂംബ എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റ് വ്യായാമ മുറകൾ എന്ന രീതിയിലേ ഉള്ളൂ. അതിൽ ഈ അല്പവസ്ത്രവും ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കുന്നതും ഈ മോറൽ വാല്യൂസും ഒക്കെ കണ്ടുപിടിച്ചത് നിങ്ങളാണ്, നിങ്ങളുടെ നേതാക്കളാണ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട്! വടക്കോ? അല്ല, ഇവിടെ ചൂടേ ഫാനിലടാ. ഉണ്ടെങ്കിൽ കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും, അതുകൊണ്ടോ? യെസ്, അവിടെയാണ് പറഞ്ഞത്. അല്പവസ്ത്രം ധരിപ്പിച്ചാണ് ഇവിടെയുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിലെ അത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായ അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പോസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കൂ. പിന്നെ രണ്ടാമത്തത് ഇടകലരൽ എന്നുള്ളതിൽ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ചില നിങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് മുസ്ലിം മതസംഘടനയുടെ കാര്യമാണ് പറയുന്നത്. അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയാണ് സൂംബ. വെള്ളം തന്നെ.
ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലല്ലോ, പറഞ്ഞ കാര്യങ്ങളാണ്. നാസർ ഫൈസി പറഞ്ഞത് അതെ, അതാണ്. യെസ്, അത് അത്തരത്തിലുള്ള ഒരു സംസ്കാരമാണ് സൂംബ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സൂംബയുടെ ഒരു സെലിബ്രേഷൻ കൾച്ചർ, ലിബറൽ സെലിബ്രേഷൻ കൾച്ചർ അത്രയാണ്. ഇതിലൂടെ പോയാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ DJ പാർട്ടികളിലേക്ക് എത്തും. അത്തരത്തിലുള്ള ഒരു മിക്സിംഗ് കൾച്ചറും അത്തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ കൾച്ചറും മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നത്തിൽ, ഇപ്പം ലഹരിയാകട്ടെ മറ്റേത് പ്രശ്നമാകട്ടെ, അതിനുള്ള പരിഹാരം ഒരിക്കലും ഈ പറഞ്ഞ രൂപത്തിൽ ഒരു പരിഹാരം കാണുന്ന നിങ്ങളുടെ ചില നേതാക്കൾ പറയുന്നത് അല്പവസ്ത്രമാണ്, ചിലർ പറയുന്നു ഇത് കൂടിക്കലർന്ന് ആടിപ്പാടുന്നത് കൊണ്ടാണ്, ചില ആളുകൾ പറയുന്നു ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതാണ്. കൂടിക്കലർന്ന് പിന്നെ ചിലർ പറയുന്നു സമൂഹത്തിൽ മത അവഹേളനവും മതനിഷേധവും സന്നിവേശിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണ്. ഇതിലേതാണ് എതിർപ്പിന്റെ അടിസ്ഥാനം? വിനു, ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് ഇടപെട്ടാൽ ഞാൻ പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. സ്കൂളുകളിൽ ഇങ്ങനെയാണ് കളിപ്പിക്കുന്നത് എന്നല്ല പറഞ്ഞത്, അത്തരം ഒരു കൾച്ചറിലേക്കാണ് പോവുക. ഇപ്പോൾ DJ പാർട്ടി ഇതിന്റെ അടുത്തൊരു ഭാഗമാണ്. ഇപ്പൊ തന്നെ പല സ്കൂളുകളിലും നടപ്പിലാക്കി തുടങ്ങി. അത്തരത്തിലുള്ള ഒരു കൾച്ചറിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് മുസ്ലിങ്ങൾ മാത്രം പറയുന്നല്ല, ഇവിടെ ഉള്ള ഹൈന്ദവരായിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള പാരന്റ്സിനടക്കം ഇത്തരം ഒരു കൾച്ചറിലേക്ക് മക്കൾ പോകുന്നതിനോട് വിയോജിപ്പുള്ള ആളുകളുണ്ട്. അങ്ങനെ രക്ഷകർത്താക്കൾ അത് സ്കൂളിൽ പറഞ്ഞോളല്ലേ, മൊത്തക്കച്ചവടം നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ഒരു സ്കൂളിൽ ഇത് നടപ്പാക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ PTA ഉണ്ട്, അവിടെ രക്ഷാകർത്താക്കൾ പറഞ്ഞോളും. അതിന്റെ മൊത്തക്കച്ചവടം നിങ്ങൾ ഏറ്റെടുത്ത് ഒരു സർക്കാർ തീരുമാനത്തിനെതിരെ തെരുവിലിറങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അവിടെയാണ് പ്രശ്നം. താങ്കൾ പറഞ്ഞത് തന്നെയാണ് അതിന്റെ കോർ എന്ന് പറയുന്നത്. PTA-യും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടെ എവിടെയും ചർച്ച നടന്നിട്ടില്ല. അവിടെയാണ് വിഷയം. ജനകീയ ചർച്ചകൾ വേണമായിരുന്നു. അധ്യാപകരോട് വിദ്യാർത്ഥികളോട് ചോദിക്കണമായിരുന്നു. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ പറയില്ല. ഇനി താല്പര്യമുള്ള കുട്ടികൾ, താല്പര്യമില്ലാത്തവർ പങ്കെടുക്കേണ്ട, അതൊക്കെ അവിടെ തീരുമാനിച്ചോളും. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഒരു പൊതുവിദ്യാലയത്തിൽ എന്തിനാണ് ഇത്രയും ആളുകൾക്ക് വിയോജിപ്പുള്ള ഒരു കാര്യം നിർബന്ധിച്ച് ആളുകൾക്ക് വിയോജിപ്പ്? നിങ്ങളൊക്കെ തീരുമാനിക്കുകയല്ലേ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ. ഒരു നിമിഷം, ശ്രീ ഷുക്കൂർ, ഇവരുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാവുന്നേ ഇല്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തീർച്ചയായും ഇവരുടെ യഥാർത്ഥ പ്രശ്നം ഒരുതരം മാനസിക വൈകൃതമാണ് ഇവർക്ക്. ഈ സംസാരിച്ച ആളാരാണെന്നറിയില്ല. അയാൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇത് നമ്മൾ ശക്തമായി ഇതിനെ എതിർത്തില്ലെങ്കിൽ ഈ മതമൗലികവാദികളുടെ പിന്തിരിപ്പൻ ആശയക്കാരുടെ തിട്ടൂരത്തിന് കീഴടങ്ങി സർക്കാർ എങ്ങാനും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമെന്ന ഭയം കേരളത്തിൽ മുഴുവൻ ഇന്നലെ ഉണ്ടായിരുന്നു. സംഗീതം തെറ്റാണെന്ന് പറയുന്ന MM അക്ബറും സംഗീതം കേൾക്കൽ മോശമാണെന്ന് പറയുന്ന ഈ ബാലുശ്ശേരി എല്ലാ മുസ്ലിങ്ങളുടെ പ്രതിനിധി. ഞങ്ങൾക്കൊരു മുഹമ്മദ് റാഫിയുടെ സമുദായമാണിത്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സമുദായമാണിത്, മമ്മൂട്ടിയുടെയും സിദ്ദീഖിൻ്റെയും ഉമ്മറിൻ്റെയും ലാലിയുടെയും സമുദായമാണിത്. ഇവരൊക്കെ ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ സാംസ്കാരിക പരിസരത്ത് കേരളത്തിൻ്റെ സംസ്കാരവുമായി ചേർന്ന്. വിനു ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോഴാണ് പിണറായി ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ യുവജനോത്സവം ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ നമ്മൾ ഒരു ഒപ്പന അനുവദിക്കുമോ? കോൽക്കളി അനുവദിക്കുമോ? മാർക്കം കളി അനുവദിക്കുമോ? ഭരതനാട്യം മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ ഇവർ സമ്മതിക്കുമോ? നമ്മളത് ആലോചിച്ച് നോക്ക്. എന്തായിരിക്കും ഇവരുടെയൊക്കെ നിലപാട്? 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.